വാർത്തകൾ തുടരുന്നു. NSSന് കീഴിലുള്ള കോളേജുകളിൽ ജോലിക്കായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒരാൾ മാത്രം 12 കോളേജുകൾ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. കോളേജുകളിലെ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് സർക്കാരാണ്. മാനേജ്മെന്റാണ് നിയമനം നടത്തുന്നത്. NSS കോളേജ് രാജകുമാരി, ചേർത്തല കോളേജ്, ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി, ശ്രീ വിദ്യാധിരാജ കോളേജ് വാഴൂർ, വ്യാസ NSS കോളേജ്, NSS കോളേജ് നെന്മാറ, NSS കോളേജ് മഞ്ചേരി, പഴശ്ശിരാജ NSS കോളേജ് കണ്ണൂർ, NSS കോളേജ് പറക്കുളം, NSS ട്രെയിനിംഗ് കോളേജ് ഒറ്റപ്പാലം, ട്രെയിനിംഗ് കോളേജ് ചങ്ങനാശ്ശേരി, NSS ട്രെയിനിംഗ് കോളേജ് പന്തളം എന്നീ 12 കോളേജുകളാണ് ജീവനക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. 18ഓളം കോളേജുകൾ ഉള്ളതിൽ മറ്റാരും വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. രാജകുമാരി കോളേജ്, ചേർത്തല കോളേജ് എന്നിവർ ജാതി തിരിച്ച് ജീവനക്കാരുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ ആകെ ഒരാൾ മാത്രമാണ് SC/ST വിഭാഗത്തിൽ നിന്നും നിയമിതനായിട്ടുള്ളൂ എന്ന് മനസ്സിലാകും. അതും SC വിഭാഗത്തിൽ നിന്നാണ്. ST വിഭാഗത്തിൽ നിന്നും ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. 484 അധ്യാപകരും 239 അനധ്യാപകരുമാണ് ഈ കോളേജുകളിലുള്ളത്. അധ്യാപകരായി 11 OBC-ക്കാരും 3 ഈഴവരും 1 SC വിഭാഗക്കാരനുമുണ്ട്. ST വിഭാഗത്തിൽ നിന്ന് ആരുമില്ല. അനധ്യാപക തസ്തികയിലാകട്ടെ OBC, ST, SC വിഭാഗത്തിൽ നിന്നും ആരും തന്നെയില്ല. സംവരണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ നിയമനം നടത്തുന്നത് മാനേജ്മെൻറ്റുകളാണ്. ഇത് PSCക്ക് കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേർക്ക് സംവരണ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറാൻ പറ്റും. അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടത്തിൽ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ജോലിക്ക് കയറ്റുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ജാതി സംവരണമൊക്കെ വേണം, ജാതി സെൻസസ് എടുക്കണമെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നതിന് ഇപ്പോൾ ഒരു പ്രസക്തി ഏറുന്നുണ്ട്. ഈ NSSൻ്റെ കോളേജിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ കോളേജുകളിലെ നിയമനങ്ങളെല്ലാം നടത്തുന്നത് മാനേജ്മെന്റാണ്. എന്നാൽ പണം മുടക്കുന്നത് സർക്കാരും. നിയമനങ്ങൾ PSCക്ക് വിടണം എന്നതാണ് വലിയൊരു വിഭാഗത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.